ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു നാടൻ ബ്രാല് കറിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം അതിനൊന്ന് ചെതമ്പലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. ഇത്തിരി പ്രയാസമാണ് ഇതിൻ്റെ ചെതമ്പലൊക്കെ കളയാൻ. ചെതമ്പലൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ബ്രാലും കൂടി ഉള്ളൂ. അതിൻ്റെയും കൂടി ചെതമ്പൽ കളഞ്ഞ് നമുക്കിതിനെ വൃത്തിയാക്കിയെടുക്കാം. ചെതമ്പലൊക്കെ കളഞ്ഞ് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ബ്രാലും കരിപ്പിടിയുമാണ്. ഇനി നമുക്കതിനെ ചെറിയ ചെറിയ പീസുകളായി അരിഞ്ഞെടുക്കാം. വളരെ ബുദ്ധിമുട്ടാണ് അരിഞ്ഞെടുക്കാനായിട്ട്. നല്ല ബലമുള്ള മീനാണ്. സാധാരണ മീനും അയിലയും ചാളയൊന്നും മുറിക്കണം പെട്ടെന്ന് തന്നെ മുറിക്കാൻ കഴിയില്ലത്. ഇനി ഒരു എണ്ണം കൂടി ഉണ്ട്, അതും കൂടി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മുടെ മീനൊക്കെ നല്ല ചെറുതാക്കി കുനുകുനാന്നിനെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഇതിനൊന്ന് കഴുകിയെടുക്കാം. കല്ലുപ്പാണ് നല്ലത്, പക്ഷേ വന്നപ്പോൾ കല്ലുപ്പ് ഉണ്ടായിരുന്നില്ല വീട്ടിൽ. അപ്പോൾ പൊടിപ്പിട്ടിട്ടാണ് ഇപ്പോൾ നമ്മളിത് വൃത്തിയാക്കാൻ പോകുന്നത്. ഇനി നമുക്കതിന് മുകളിലേക്ക് കുറച്ചുപ്പ് കൂടി ഇടാം. എന്നിട്ട് നന്നായി പാത്രത്തിലിട്ടിട്ട് ഇങ്ങനെ ഉരച്ചെടുക്കുക. അപ്പോൾ അതുള്ള പാടത്തെ മീനായ നിറയെ ചെളികളുണ്ടാവും. ആ ചെളികളൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് ഈ ഉപ്പിട്ടിട്ട് ഉരയ്ക്കുന്നതാണ് ആദ്യം ഉത്തമം. അങ്ങനെ ഏകദേശം ഉപ്പൊക്കെ ഇട്ട് ഉരച്ച് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഒരു 3-4 വട്ടമെങ്കിലും കഴുകിയാലാണ് ഇതിൻ്റെ ഈ സ്മെല്ലൊരു പച്ച മണം ഉണ്ടാവും, അതൊക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചാലും മതി. ഇനി നമുക്കതിലേക്ക് വേണ്ടത് ഒരു നാളികേരം അരച്ച് മഞ്ഞപ്പൊടിയൊക്കെ ആക്കി സെറ്റാക്കിയിട്ട് വയ്ക്കാം. പിന്നെ കുറച്ച് പുളി, പിന്നെ അതിലേക്ക് വേണ്ട പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, ഇതെല്ലാം കൂടി എടുത്ത് നമുക്ക് ഈ ബ്രാലിന് അതിലേക്ക് ഇടാം. മുറുക്കി വെച്ച ബ്രാല് അതിലേക്ക് ഇടാം. അതിനുശേഷം നമുക്ക് ആ പുളി വെള്ളം കുറച്ചൊഴിക്കാം. ആവശ്യത്തിന് പാകത്തിനുള്ള പുളി ഒഴിച്ചാൽ മതി. ഓരോരുത്തർക്ക് ചിലർക്ക് പുളി കൂടുതലുള്ള ആവശ്യമായിരിക്കും. ഇതിൽ പുളി കൂടുതലാണ് ഇഷ്ടം. പിന്നെ അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ച ഇഞ്ചി, പച്ചമുളക്, വേപ്പില, തക്കാളി ഇവയെല്ലാം മിക്സ് ചെയ്യാം. ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. എന്നിട്ട് അതൊന്ന് പാകത്തിന് ഉപ്പും ഇടാം. അതിനുശേഷം അതൊന്ന് ചൂടായിട്ട് വരട്ടെ, ഒന്ന് തിളക്കട്ടെ. ഏകദേശം നമ്മുടെ മീൻകറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കാച്ചാൻ നോക്കാം. അതിനായി നമുക്ക് കുറച്ച് ചെറുള്ളി എടുത്തരിഞ്ഞ് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചെറുള്ളി ഇടാം. ചെറുള്ളി ഏകദേശം ഒരു ബ്ലാക്ക് കളറായിട്ട് വരുന്ന വരെ ഇളക്കി ഇരിക്കുക നമുക്ക്. ഇപ്പോൾ ഏകദേശം ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ ആ കറിയിലേക്ക് ഇടാം. അങ്ങനെ കാച്ചെടുത്തിട്ടുണ്ട്. ബ്രാലി കറി കാച്ചി കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു നാടൻ കറിയാണിത്. കാണുമ്പോൾ തന്നെ കൊതിയാവും. ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല പാടത്ത് മീനാണെങ്കിലും, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. ഓക്കെ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. ഓക്കെ, ബൈ. താങ്ക് യു മൈ വീഡിയോ വാച്ചിങ്.